പുരുഷന്മാരെ വേദനിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, ഞാനായാലും നിങ്ങളായാലും. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അവരുടെ പങ്കാളി അവരെ കൊച്ചാക്കി സംസാരിക്കുന്നത് അത് സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ സ്ത്രീകൾ ചിലപ്പോൾ അത് മറന്നെന്ന് വരും കുറച്ച് കഴിയുമ്പോൾ. പുരുഷന്മാരുടെ മനസ്സിൽ അതിങ്ങനെ കിടക്കും. പിന്നീട് ആളുകളുള്ള ഒരു വേദിയിൽ, അതിപ്പോൾ ഒരു ഫംഗ്ഷൻ ആവട്ടെ, ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ, മാരേജ് ഫംഗ്ഷനോ എന്ത് തന്നെയായാലും, പങ്കാളി അവരെ പറ്റി മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താതിരിക്കുന്നത് അവർക്ക് ഭയങ്കര വിഷമം പിടിച്ച കാര്യമാണ്. അതായത് ആ ഫംഗ്ഷനുകളിലൊക്കെ പരമാവധി അവിടെ ഒരുമിച്ച് പോയിട്ട് ആരുമല്ലാത്തവരെ പോലെ, അത് സാധാരണ ചില കപ്പിൾസിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഭയങ്കര സ്നേഹത്തിൽ കൈയൊക്കെ പിടിച്ച് എല്ലാവരെയും പരിചയപ്പെടുത്തി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരുന്ന് അങ്ങനെയൊക്കെയുള്ള ചില കപ്പിൾസിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ നിന്ന് നേരെ ഓപ്പോസിറ്റായിട്ട് പെരുമാറുന്ന ചിലരെയും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് എൻട്രൻസ് കയറി കഴിഞ്ഞാൽ പിന്നെ രണ്ടും രണ്ട് വഴിക്കായിരിക്കും, പിന്നെ കാണുന്നത് ഇത് കഴിഞ്ഞിറങ്ങുമ്പോഴായിരിക്കും. അങ്ങനെയുള്ളവരെയും കാണും. പിന്നെ ചിലരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആൾക്കൂട്ടത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവർ പരസ്പരം അങ്ങോട്ട് കേട്ടോ ഒന്ന് പരിചയപ്പെടുത്താൻ പോലും തയ്യാറാവത്തില്ല. ഇത്തരക്കാരെ ഇഷ്ടപ്പെടത്തില്ല. അടുത്തായിട്ട് ഇപ്പോൾ ചില ഇനി വരുന്ന തലമുറകളിൽ കൂടുതലായിട്ടും മിക്കവാറും പുരുഷനേക്കാൾ ഒരുപക്ഷെ സ്ത്രീക്കായിരിക്കും കൂടുതലായിട്ട് ശമ്പളം കിട്ടുന്നത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കാരണവശാലും നമ്മൾ വീട്ടിനകത്ത് അവരെടുത്ത് എനിക്കാണ് ശമ്പളം കൂടുതൽ, ഞാനാണ് ഇവിടെ കാര്യങ്ങൾ നോക്കുന്നത്, അല്ലെങ്കിൽ എനിക്കാണ് ശമ്പളം കൂടുതൽ, അതുകൊണ്ട് എനിക്ക് കുറച്ച് പവർ ഇരുന്നോട്ടെ, ആ ഒരു രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും പുരുഷൻ അത് അംഗീകരിക്കത്തില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ മുന്നിൽ അത് അംഗീകരിച്ചാൽ പോലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അതിങ്ങനെ കിടക്കും. പിന്നീട് സ്ത്രീ പുരുഷനോട് തെറ്റ് ചെയ്തിട്ട് മാപ്പ് പറയാതിരുന്നു കഴിഞ്ഞാൽ പുരുഷനത് അംഗീകരിക്കാൻ പ്രയാസമാണ്. പറ്റായികയല്ല, അംഗീകരിക്കുക എന്നുള്ളത്, പൂർണ്ണമായി അംഗീകരിക്കുക എന്നുള്ളത് പ്രയാസമാണ്. അവൾ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ, എന്നിട്ട് വന്ന് ഒരു സോറി പോലും പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചില്ലല്ലോ, ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത പുരുഷനിലുണ്ടാവും. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് വിലയിൽ തരുന്നുള്ളൂ. അടുത്തതായിട്ട് നിങ്ങളുടെ ഭർത്താക്കന്മാരോട് നിങ്ങളെ ഒന്നിനും കൊള്ളില്ല, നിങ്ങൾ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനെ നോക്കൂ, അല്ലെങ്കിൽ ഇന്ന ആളെ നോക്കൂ, അവരെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, നിങ്ങൾ മറ്റുള്ളവരെ കണ്ടുപഠിക്കൂ, ഇങ്ങനെ പറയുന്നതൊന്നും ഒരു പുരുഷനും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. പുരുഷനെന്നല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്ത്രീകളും തീരെ വെറുക്കുന്ന കാര്യങ്ങളാണ്. അതായത് തൻ്റെ പുരുഷൻ തൻ്റെ ഭാര്യയോട്, അതെൻ്റെ പെണ്ണിനോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പെണ്ണിൻ്റെ മനസ്സിലും അത് ഹർട്ടായിട്ട്, ഹൃദയത്തിൽ അത് വല്ലാതെ വേദനിപ്പിക്കുന്ന കാര്യമായിരിക്കും. ചുരുക്കി കൂട്ടി പറഞ്ഞാൽ, പുരുഷന്മാരുടെ മനസ്സിൽ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ കടന്നുകൂടിക്കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ അത് വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാലും എന്നെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് കൊച്ചാക്കിയല്ലോ, എന്നാലും അവൾക്കാണ് സാലറി കൂടുതൽ, പക്ഷെ അവൾ എന്നെ അംഗീകരിക്കുന്നില്ലല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ അവരെ മനസ്സിനെ എപ്പോഴും ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളായിരിക്കും. നമ്മളതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുടുംബജീവിതം അടിപൊളിയാക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ കല്യാണത്തിന് മുമ്പേ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈ സാലറിയുടെ കാര്യത്തിലും സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലും ഹൈറ്റിൻ്റെ കാര്യത്തിലും വെയ്റ്റിൻ്റെ കാര്യത്തിലും ഒക്കെ ഈഗോ വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബജീവിതത്തിൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. കുടുംബജീവിതത്തിൽ നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈഗോ നമ്മുടെ മനസ്സിൽ കയറിക്കൂടാതിരിക്കുക. എന്നേക്കാൾ സൗന്ദര്യം അവൾക്കല്ലെങ്കിൽ അവനും ഉണ്ട് എന്ന് നമുക്ക് പറയാം. മാനസികമായിട്ട് നമുക്ക് തോന്നാം, എൻ്റെ തന്നെ ഭാര്യയല്ലേ, എൻ്റെ ഭാര്യയ്ക്ക് സൗന്ദര്യം ഉണ്ടാവുന്നത് നല്ലതല്ലേ, എൻ്റെ ഭർത്താവിന് സൗന്ദര്യം ഉണ്ടാവുന്നത് നല്ലതല്ലേ എന്നുള്ള ചിന്ത മനസ്സിൽ വരുന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതിന് പകരം അവിടെ ഒരു ഈഗോ ആണ് വരുന്നതെങ്കിൽ എപ്പോഴും സംശയമായിരിക്കും. രണ്ടാമത്തെ വിഷയം, ഇപ്പോൾ സാലറി കൂടുതലാണെങ്കിൽ അതെൻ്റെ തന്നെയല്ലേ, എൻ്റെ ഭർത്താവിനല്ലേ, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്കല്ലേ എന്നുള്ളൊരു ചിന്ത മൈൻഡ് സെറ്റ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ ജീവിതം അടിപൊളിയായി, രണ്ടുപേർക്കും അടിപൊളിയാക്കി തീർക്കാവുന്ന കാര്യങ്ങളാണ്. ശരിയല്ലേ? എന്നെ പൊങ്കാലയിടാൻ വരണ്ട, ഞാൻ പറഞ്ഞത് ശരിയല്ലേ?